ത്തിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ഇതിന്റെ എൻട്രൻസ് ഉള്ളത്. വാ, ഇതിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ഇതിന്റെ സ്റ്റെപ്പ് ഉള്ളത് കേട്ടോ. വാ, ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. നമുക്ക് നാട്ടിൽ നിന്ന് ചെടിയാണ് കേട്ടോ ഇത്. രാമിന്റെ പൂ വന്നു തുടങ്ങണം അല്ലേ ആൻറ്റി? അത് തന്നെയാണ് ഉണക്കി റെഡിയാക്കി അവിടെ വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മലയുടെ അപ്പുറം മുല്ലപ്പെരിയാറാണ്. തേക്കടിയുടെ പുഴ ഇത് പോകുന്നത്, ബോട്ടെല്ലാം പോകുന്നത് അതിനപ്പുറം സൈഡാണ്. തേക്കടിയുടെ സൈഡാണ് മുല്ലപ്പെരിയാർ ഡാമാണ്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്. സാധാരണ കുസിൻസ് ആൻഡ് ഗ്രൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് തേക്കടിയിലാണ്. തേക്കടി ഹോംസ് എന്നുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. തേക്കടി ഹോം സ്റ്റേ മാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകത എന്നുള്ളത് ഇത് കണ്ടോ, സ്പൈസസ് ആൻഡ് ഹെർബൽസിൻ്റെ ഒരു ഷോപ്പ് കൂടിയുണ്ട്. ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ഐറ്റംസ് അല്ല, ഇവരുടെ തോട്ടത്തിൽ കൃഷി ചെയ്ത, അതായത് കുരുമുളക്, ഗ്രാമ്പു, ഏലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തോട്ടത്തിൽ തന്നെ ഡയറക്റ്റ് എടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ തേക്കടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തേക്കടി ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു 5 കിലോമീറ്റർ പോന്നാൽ മതി. 5 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തേക്കടി ഹോം സ്റ്റേ നല്ലൊരു ഹോം സ്റ്റേ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ റൂംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈസസ് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്പൈസസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഇവരുടെ തോട്ടത്തിൽ ഉണ്ടാക്കുന്ന കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അങ്ങനെ ഒരുപാട് കോഫി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഹോം സ്റ്റേയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് സാധാരണ തരാറില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്കിത് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻസ് കുറേ കാര്യങ്ങൾ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ തേക്കടി ഫസ്റ്റ് ഡേ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തേക്കടി ആക്ടിവിറ്റീസ് എന്നുള്ളൊരു പേജ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, ഇതിനെക്കുറിച്ചൊരു അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് പോയി കാണാനുള്ള കുറേ കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടകളൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഈ കുരുമുളക്, ഗ്രാമ്പോ കാണുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് നല്ല പോളിഷൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്. ഇതങ്ങനെയല്ല, ഇത് ഇവിടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ്. ഇത് നമ്മുടെ കാപ്പി തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കി വെച്ചിരിക്കുന്ന ഐറ്റമാണ്. അതാണ് നാച്ചുറൽ ഐറ്റം. ഇത് നോക്കിക്കേ, ഇത് ജാതിക്ക ഉണക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇത് ഐറ്റമാണ് നല്ല ഉണക്കി വെച്ചിരിക്കുന്നത്. ഇഞ്ചി ഉണക്കി വെച്ചിരിക്കുക, ചുക്ക് ഇതുണ്ടാവും നല്ല ഫ്രഷ്. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രാമ്പു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്നുണ്ടേ. കരുവാളുടെ ഇല ബിരിയാണിയൊക്കെ ഇടും. പിന്നെ കുരുമുളക് ഇരിക്കുമ്പോൾ നോക്കി നല്ല ഫ്രഷായിട്ട് ഉണങ്ങി, നല്ല എന്താ പറയുന്നത്, കയ്യിലെടുക്കുമ്പോൾ തന്നെ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും പോളിഷൊക്കെ ചെയ്ത് അത് കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയാണ്. പക്ഷേ ഇതാണ് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റം. ഈ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്ത് വെക്കുന്ന കുരുമുളക്, മഞ്ഞൾ ഉണക്കി വെച്ചിരിക്കുന്നത്, മഞ്ഞൾ, കറുവപ്പട്ട. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. ഇതാ വൈറ്റ് കുരുമുളക്, വൈറ്റ്. ഇത് കൂടുതലും ഹിന്ദിക്കാരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളങ്ങനെ നാട്ടിൽ ഈ വൈറ്റ് കുരുമുളക് അങ്ങനെ മേടിക്കാൻ കണ്ടിട്ടില്ല സാധനം. കാരണം മറ്റേ നമ്മുടെ ബ്ലാക്ക് കുരുമുളക് തന്നെയാണ് കണ്ടേക്കുന്നത്. വൈറ്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതിലെ ശരിക്കും ഹിന്ദിക്കാർ മേടിച്ചിട്ട് പോകുന്ന കാരണം ഈ ഐറ്റം തീരുന്നു, ഫുള്ളുണ്ടായിരുന്നാണ്, അത് തീരുമെന്നാണ് ഇവിടുത്തെ ആൻറ്റി പറഞ്ഞത് കേട്ടോ. അങ്ങനെ മാത്രം എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാ ഐറ്റംസും. ചേച്ചി ഇത് എന്താണ്? ഇത് മറ്റേ റോസ് പെറ്റലിന്റെ ഇതാണോ? അത് റോസ് പെറ്റലാണ്. ആക്ച്വലി ഇത് എന്താ പറയുക, നമ്മുടെ പൂപ്പലുണ്ടല്ലോ കബോർഡിനകത്ത് പൂപ്പ് തുണിയിൽ ഞാൻ ചോദിച്ചത് ഇതാണ്. സാമ്പിൾ കാണിക്കാം. ഇത് റോസ് പെറ്റലാണ് കേട്ടോ. ഇത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ തുണികളിലൊക്കെ പൂപ്പൽ വരുവാണെങ്കിൽ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്മെല്ലും ഉണ്ട്.
എല്ലാം കേട്ടോ. ഇത് നമ്മൾ തുണിയുടെ ഇടക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് വരില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ പരിചയപ്പെടുത്തില്ല കേട്ടോ, നമ്മുടെ കടയുടെ ഓണർ. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ, റീന ചേച്ചിയാണ്. എന്താ പറയുന്നത്, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും ഈ ഹോം സ്റ്റേയിൽ താമസിച്ചിട്ട് നല്ല കോപ്പറേഷൻ, നല്ല പെരുമാറ്റം, എന്താന്ന് പറയുന്നത്, നല്ലൊരു ഫാമിലി. ഇവിടുത്തെ ആൻറ്റി ആണെങ്കിൽ ഷാലിനാൻറ്റി ഞാൻ പരിചയപ്പെടുത്തുന്നതാണല്ലോ, ഷാലിനാൻറ്റി, റീന ചേച്ചി, പിന്നെ ചേച്ചിക്ക് ഒരു മോളുണ്ട്. മോളിപ്പോൾ ചേർത്തലയിൽ കേരളത്തിൽ പഠിക്കുവാണ്. പിന്നെ ചേട്ടൻ കണ്ടില്ല, പിന്നെ ഷാലിനാൻറ്റിയുടെ ഹസ്ബൻഡിനെയും ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ധൈര്യമായിട്ട് ഇവിടെ വരാം, താമസിക്കാം. എല്ലാം കൊണ്ടും നല്ല കോപ്പറേറ്റ്. ചേച്ചിയാണെങ്കിലും നല്ലൊരു ചേച്ചിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെ സ്ഥലങ്ങളാണുള്ളത്, എന്തെല്ലാം ആക്ടിവിറ്റീസാണുള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ സ്പൈസസ് ഒക്കെ മേടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയറായിട്ട്, ഇപ്പോൾ കടകളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് മേടിക്കണമെങ്കിൽ ഇവർ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാലും മതി. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കോപ്പറേറ്റ് ചെയ്ത് തരും ചേച്ചിയേക്കാം. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം അപ്പം നമുക്ക് വേറൊരു ഹോം സ്റ്റേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെരിയാർ ഹോംസ്. അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളോട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. നമ്മുടെ പെരിയാർ ഹോംസിലേക്കുള്ള ഇറക്കമാണ് കേട്ടോ. ഈ കാണുന്നതാണ് പെരിയാർ ഹോംസ്. കണ്ടോ, വർക്ക് നടക്കുവാണ്, കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ റൂംസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അപ്പോൾ തന്നെ ഞങ്ങൾ പെരിയാർ ഹോംസിൻ്റെ, ഞാൻ പറയില്ല, തേക്കടി ഹോംസിൻ്റെ തന്നെ അടുത്ത പ്രൊജക്റ്റാണ് പെരിയാർ ഹോംസ്. ഇതിൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണെന്ന് മേളിലേക്ക് പോയി കാണിച്ചു തരാം. മേളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ പെരിയാർ ഹോംസിൻ്റെ ഓണർ, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ഷാജു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഷാജു ചേട്ടൻ നമ്മളെ പെരിയാർ ഹോംസിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ രണ്ട് ഹോം സ്റ്റേ ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. ഒന്ന് തേക്കടി ഹോംസ്, പിന്നെ അവരുടെ തന്നെ പെരിയാർ ഹോംസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടാ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന് നമ്മൾ ഫുള്ള് ഇതായിട്ട് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ 3 ബെഡ്റൂമും മുകളിലുണ്ട് അറ്റാച്ച്ഡ്, താഴെയുണ്ട് 3 ബെഡ്റൂം. അപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാർക്ക് 10-20 ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂംസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല റെൻറ്റ് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മുകളിലേക്ക് വരണം, നല്ല വ്യൂ. മഞ്ഞുകാലമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ 11 മണി വരെ ഇവിടെ മഞ്ഞായിരുന്നു. 2 ദിവസം മുന്നേ വരെ നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റ്, നല്ല രസമാണ് അവിടെ ജീവിക്കാനുണ്ട്. പിന്നെ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക, എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്, കാണാം. ചില സമയങ്ങളിൽ, എല്ലാ സമയത്തും അല്ല, കുറച്ച് അതുപോലെ മലയണ്ണാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് കാണാം. നല്ല വ്യൂ, നല്ല രസമായിട്ടുള്ള ഒരു ഇതാണ്. ഡിഫറെൻ്റ് ആയുള്ള എൻട്രൻസ് ആണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ കൂടി കയറി പോകാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. വാ, ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ഉള്ളത് കേട്ടോ. വാ, ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ പോകണമെന്ന് പറഞ്ഞൊരു വെറൈറ്റി തന്നെയാണ്. വാ, ഇതിനെക്കുറിച്ച് പോകണം. ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതാ സൈഡിൽ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറുന്നത്. അടിപൊളിയാണ് കേട്ടോ, എന്തായാലും നല്ല സൂപ്പർ. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ പെരിയാർ ഹോംസിൻ്റെ ടോപ്പിലാണ്, മേലത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അടിപൊളി, നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അതാ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തേക്കടിയാണ്, ആ മലയുടെ അപ്പുറം മുല്ലപ്പെരിയാറാണ്. തേക്കടിയുടെ പുഴ ഇത് പോകുന്നത്, ബോട്ടെല്ലാം പോകുന്നത് അതിനപ്പുറം സൈഡാണ്. തേക്കടിയുടെ സൈഡാണ് മുല്ലപ്പെരിയാർ ഡാമാണ് സൈഡ്. അവിടെയാണ് തേക്കടി കാണുന്നത്. തേക്കടിയിലോട്ടുള്ള ഷോർട്ട് കട്ട് ആണ് നേരെ കാണുന്ന തേക്കടിയിലോട്ടുള്ള ഷോർട്ട് കട്ട്. കുമളി മൂന്നാർ റോഡാണ്, മെയിൻ റോഡാണ് അത് കേട്ടോ. എന്നാലും ഇവിടെ വൈകുന്നേരം ശരിക്കും മഞ്ഞും, ഒരു 11 മണി വരെ ഇവിടെ നല്ല മഞ്ഞായിരിക്കും. ഇപ്പം ചേഞ്ച് ആയില്ലേ, ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയി. അപ്പോൾ അത് ഫെബ്രുവരി ആയില്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂണൊക്കെ കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് മഴയും നല്ല രസമാണ്, നല്ല മഞ്ഞും നല്ല ഇതായിട്ടാണ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് പണിയുണ്ട്, അതുകൂടി ഒന്ന് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ നമുക്കിപ്പോൾ തേക്കടിയിലൊക്കെ വരുവാണെങ്കിൽ, കുമ്മിലൊക്കെ വരുവാണെങ്കിൽ
അവിടുന്ന് ആ ടൗണിൽ നിന്നിട്ടൊക്കെ മാറിയിട്ട് ടൗണിൽ ആ തിരക്കിന്നൊക്കെ മാറിയിട്ട് നല്ല ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ തേക്കടിയിലോട്ട്. കുമളി ടൗണിലോട്ട് 5 മിനിറ്റേ ഇവിടുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ തിരക്കിന്നൊക്കെ മാറി നല്ലൊരു ഇതിലാണ്, നല്ലൊരു എന്താ സീനിക് ബ്യൂട്ടി എന്ന് പറയാം. നല്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതൊന്നും വേണ്ട, ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇത് കണ്ടെന്ന് ചുറ്റും നല്ല പച്ചപ്പ് നിറച്ച് കാപ്പി, കുരുമുളക്, ഏലം, അങ്ങനെ കുറേ ഐറ്റംസ്. മല നോക്കി നല്ല അടിപൊളി ഒരു ആംബിയൻസ്, നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ റൂംസിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാരണം ബെഡും കാര്യങ്ങളും ഇല്ലെന്ന് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്കതൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മേളിലത്തെ ഫാമിലി റൂം. ഇത് സ്പേസ് ആണ്. പിന്നെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ചയാണ് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നേ ഉള്ളൂ. ഇതാണ്. പിന്നെ 3 ബെഡ്റൂമുകളുണ്ട് ഉള്ളിലുള്ളത്. ഇത് എല്ലാം AC ആണ്. തണുപ്പാണെങ്കിൽ പോലും എല്ലാം AC ആണ്. ഇതാണ് നമ്മുടെ റൂമിന്റെ കപ്പാസിറ്റി. ഇതാണ് റൂം. നെക്സ്റ്റ് വീക്കിലാണ് ഇനാഘോഷം വരുന്നത്. TV വെച്ചിട്ടുണ്ട്, വരാനുണ്ട്, കറണ്ട്, AC ഉണ്ട്, തണുപ്പാകുമ്പോൾ AC റൂമാണ്. 3 റൂമിൽ AC റൂമാണ്. പിന്നെ നമ്മുടെ കിച്ചൺ കാണിച്ചാലും അത്യാവശ്യം കിച്ചൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കിച്ചണും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം. ഫാമിലിയൊക്കെ ആണെങ്കിൽ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കർട്ടൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളും. ഇനി അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സും നമ്മൾ കഴിക്കേണ്ട ആൾക്കാർ എന്താണോ അവർക്ക് വേണ്ടത് മേടിച്ചിട്ട് വരാം. പാകം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്, സ്റ്റൗ, പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് മേടിച്ചിട്ട് വരെ പാകം ചെയ്യാൻ കഴിക്കുക. അതുവരെയുള്ള സെറ്റിംഗ്സ് നമ്മൾ റെഡിയാക്കി വരും. നിങ്ങൾ വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഈ തേക്കടിക്കുമ്പോൾ സ്ഥലം ഹോംസ്. അപ്പം നിങ്ങൾ എന്തായാലും തിരിച്ചിട്ട് വരണേ. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നമുക്ക് വെറൈറ്റി ആണ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് കട്ടണത്തിൻ്റെ ഇടയ്ക്ക് കൂടി കയറിയാണെങ്കിൽ പോകാം. ഇത് വേറെ റൂമാണ് കേട്ടോ, ഇത് വേറെ റൂമാണ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. എല്ലാം 3 റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്. ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ നമ്മളൊരു 20 നമ്പേഴ്സ് 20 ആൾക്കാരായിട്ടുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് ചെയ്യാം. 3 റൂംസ് ആണുള്ളത്, 3 അറ്റാച്ച്ഡ് ആണ്. പ്ലസ് നെറ്റ് ഉണ്ട്, നെറ്റ് വൈഫൈ കണക്ഷൻ എല്ലാം ഉണ്ട്. ഇതൊരു റൂമാണ്. റൂം TV വെച്ചിട്ടുണ്ട്. നല്ല ടോയ്ലറ്റാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെരിയാർ ഹോംസിലെ കാഴ്ചകൾ. ഇതിൽ ഫർണിച്ചറൊക്കെ നല്ലൊരു ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ TV കാണാം, ഫുഡൊക്കെ കഴിക്കാൻ പറ്റി നല്ല ലിവിങ് സ്പേസ് ആണ്. ഫർണിച്ചർ ഇനി ഇട്ടാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കാട്ടുവെളുത്തുള്ളിയുടെ ഒരു ഓയിലാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ സംഭവം കുറച്ച് പ്രശ്നമാണ്. നമുക്കിപ്പോൾ എന്താണ് പ്രായമുള്ള ആൾക്കാർ അതുപോലെ എന്തെങ്കിലും ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിലുള്ള പ്രശ്നം എന്ന് പറയാൻ വേറെ ഒന്നും കൊണ്ടല്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇച്ചിരി കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മെല് ചെയ്താൽ മതി. അപ്പം നമ്മുടെ തലയുടെ പുറകിലായിട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. തലവേദനയുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം പെട്ടെന്നുള്ളൊരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലവേദന എങ്ങോട്ട് പോയത്. കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് ഈ സാധനം. കാരണം ഞാൻ ഇതുപോലെ തന്നെ പ്രാവശ്യം 3 വന്നപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിട്ട് ജസ്റ്റ് ആ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പുള്ളി ഞങ്ങൾ പറഞ്ഞു തന്നിട്ട് ഈ സാധനം ഞാൻ മേടിച്ചു. കാരണം എനിക്ക് അത്രയ്ക്ക് തലവേദനയായിരുന്നു 3 വന്ന സമയത്ത്. ആ സമയത്ത് ഈ സാധനം ഞാനൊന്ന് സ്മെല്ല് ചെയ്തിട്ട് ഒറ്റ ഒരു നിമിഷം കൊണ്ട് എനിക്ക് തലവേദന മാറി എന്നുള്ളതാണ്. മീറ്റ് മസാലയാണ്, എൻ്റെ സാമ്പിളാണ്. മീറ്റ് മസാല, ഇത് ഫിഷ് മസാലയാണ്. ശരിക്കും നല്ല ഫിഷ് കറിയുടെ നല്ലതാണ്. ചിക്കൻ മസാലയാണ്. ഇതെല്ലാം ഇവിടുത്തെ നാച്ചുറൽ ഐറ്റംസ് ആണ് കേട്ടോ, പൊടിച്ചു വെച്ചിരിക്കുന്ന സാമ്പിൾസ് ആണ്. ഇത് സാമ്പാർ മസാല. ഇതൊക്കെ നമുക്ക് ഒത്തിരി ഓർഡറുകളാണ്. സാമ്പാർ മസാലയ്ക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ അവർ പറഞ്ഞു മേടിച്ചിട്ട് പോകുന്ന സാധനം.
ഇത് ബിരിയാണി മസാല. മസാല കാപ്പിപ്പൊടി ചേച്ചി. ബിരിയാണി മസാല നല്ല ബിരിയാണിയുടെ മണമുണ്ട് ശരിക്കും. പിന്നെ ഇതിലൊക്കെ പുറമെ നല്ല അതായത് കാപ്പിപ്പൊടി, ഒറിജിനൽ കാപ്പിപ്പൊടി. ഇത് ഒറിജിനൽ കാപ്പിപ്പൊടിയാണ്. ഒറിജിനൽ കാപ്പിപ്പൊടി പൊടിച്ചിട്ടുള്ളതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ 60-40 ആണ് വരുന്നത്. 60% കാപ്പിപ്പൊടിയും 40% ചിക്കിലി എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വരുന്നത്. ഇതൊന്നുമില്ല, ഒരു സംഭവമില്ലാത്ത ഒറിജിനൽ കാപ്പിപ്പൊടിയാണ് സാധനം. നമ്മുടെ തന്നെ കാപ്പിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് മില്ലിൽ കൊണ്ടുപോയി വറുത്ത് പൊടിച്ച് നമ്മൾ കൊണ്ടുവരുന്ന നമ്മളോളം പ്രോഡക്റ്റാണ്. ഇത് റോസ്റ്റ് ചെയ്തത്. റോസ്റ്റ് ചെയ്ത കാപ്പിപ്പൊടിയാണ്. റോസ്റ്റ് ചെയ്തുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് തന്നെ എടുക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ കടയിൽ മേടിക്കുന്ന കാപ്പിപ്പൊടിയുടെ ടേസ്റ്റ് അല്ല ഇത് ഒറിജിനൽ കാപ്പിപ്പൊടിയുടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ മേടിക്കുന്ന കാപ്പിപ്പൊടിക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും, പല സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഒന്നുമില്ല. അപ്പോൾ സാധാരണ ഈ കാപ്പിപ്പൊടി ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ കാപ്പിപ്പൊടി. അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് ആയിട്ട് മാറ്റണം. ഇത് ഒറിജിനൽ കാപ്പിപ്പൊടിയാണ്. ഇതുണ്ടോ, ഇത് കാപ്പി വറുത്ത്, അതായത് വറുത്ത് വെച്ചിരിക്കുന്ന കാപ്പിയാണ്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഒറിജിനൽ സാധനം നമുക്ക് ഇവിടെ ഇത് അതായത് നമ്മുടെ ഇതിന്റെയൊക്കെ ഓണറിന്റെ അപ്പച്ചനാണ്. അപ്പച്ചൻ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. അച്ഛന്റെ പേര് എങ്ങനെയാ? കൃഷിയൊക്കെ നോക്കുന്ന ആളാണ്. അപ്പച്ചൻ ഇപ്പൊ പള്ളിയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. ഹായ് പറഞ്ഞു അപ്പച്ച. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും തേക്കടി വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഹോം സ്റ്റേ ആണ്. നമ്മുടെ തേക്കടി ടൗണിൽ നിന്ന് മാറിയിട്ട് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഓഫ് റോഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല എന്താണ് പറയുന്നത്, നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു നല്ല ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇത് നമുക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ ഹോം സ്റ്റേ ആണ്. അതിൻ്റെ ബാക്കി നമ്പരും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.